അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ന്യൂസിലു ബിൽ മുനാസിബി. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം അതിനോരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തത് ജമ്മ മുദക്കറു സാലിം. ആ ബ്രാക്കറ്റിൽ നിന്നും ജമ്മ മുദക്കറു സാലിം ഏതാണ്? സാജിദൂന എന്നുള്ളതാണ്. അപ്പം സാജിദൂന എന്നുള്ളത് എടുത്തെഴുതുക. രണ്ടാമത്തത് ജമ്മ മുഅന്നസു സാലിം. ജമ്മ മുഅന്നസു സാലിം ഏതാണ്? മുഅല്ലിമാത്തുൻ എന്നുള്ളതാണ്. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തത് മുഫ്രദ് മുദക്കർ, അത് മുസ്ലിമുൻ എന്നുള്ളതാണ്. ഇനി നാലാമത്തത് അൽ ഹുറൂഫുൽ ജാസിം. ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ ഹംസത്തുൻ. എത്രയാണ്? 5ആണ്. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്നും 5 ഹംസത്തുൻ എന്നത് എടുത്തെഴുതുക. ഇനി അഞ്ചാമത്തെ അൽ ഹുറൂഫ് നാസിബ. നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ അർബഅത്തുൻ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അർബഅത്ത് എന്ന് എഴുതി ചേർക്കുക. ഇനി ആറാമത്തത് ഹുറൂഫുൽ അത്തുഫി അഷറത്തുൻ. 10ആണ് അത്തുഫിൻ്റെ ഹർഫുകൾ. അപ്പോൾ അവിടെ അഷറത്തുൻ എന്ന് എഴുതി ചേർക്കുക. ഇനി രണ്ടാമത്തത് നളു അലാമത്തി സ്വഹീഹി അലൽ മുനാസിബി. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. 1. ജമ്മുൽ മുഅന്നസ് സാലിം യുർഫഉ. ജമ്മ മുഅന്നസ് സാലിം റഫ് ചെയ്യും. എന്തുകൊണ്ടാണ്? ബിൽ ലമ്മത്തി. ലമ്മത്ത് കൊണ്ടാണ്. അപ്പോൾ അവിടെ ലമ്മത്ത് എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തത് തഖൂമു മക്കാനൽ ഇസ്മി ലാഹിർ. തഖൂമു മക്കാനൽ ഇസ്മി. ഇസ്മിൻ്റെ സ്ഥാനത്ത് നിൽക്കും. ഇങ്ങനെ പ്രകടമായ സ്ഥാനത്ത് നിൽക്കും. ഏതാണ് നിൽക്കുക? അൽ വമാഇർ. അപ്പോൾ അവിടെ വമാഇർ ആണ് ഏത്? തഖൂമു മക്കാനൽ ഇസ്മി ലാഹിർ എന്നതിന് ലമാഇറിൻ്റെ ലമീറിൻ്റെ ഡെഫിനിഷനാണ് അത്. അപ്പോൾ അവിടെ എന്താക്കണം? ശരി അടയാളപ്പെടുത്തുക. ലമാഇർ എന്നതിന് ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത് ലൈസൽ ഹംറു. മദ്യപാനം അല്ല. എന്തല്ല? ദവാഅൻ, മരുന്നല്ല. അപ്പോൾ അവിടെ ദവാഅൻ എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തത് നാസിബുൽ ഫിയലിൽ മുദാരി. മുദാരി ആയിട്ടുള്ള ഫിയലിന് നസ്ബ് ചെയ്യും. ഇതിലേതാണ്? കൈ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കൈ എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത് ഫതഹത്തി ഡേഷ് അൽ ബാബ. അപ്പോൾ അവിടെ വേണ്ടത് എന്താണ്? അൽ ഉമ്മു എന്നാണ്. ഉമ്മ വാതിൽ തുറന്നു. ഉമ്മ വാതിൽ തുറന്നു. അപ്പോൾ അവിടെ ഉമ്മ എന്നതാണ് ശരി. അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി ആറാമത്തത് അൽ മഫ്ഊലു മുത്ലഖ്. ഇതിലേതാ മഫ്ഊൽ മുത്ലഖ്? നായിബ് ഫായിലാണോ അല്ലെങ്കിൽ ളർഫാണോ അല്ലെങ്കിൽ മസ്ദറാണോ? അപ്പോൾ മസ്ദർ എന്നതാണ് മഫ്ഊൽ മുത്ലഖ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം? മസ്ദറിൻ്റെ നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അടുത്തത് നുലാഹിദുൽ ജുമല വനക്തുബു ഫിൽ ഫറാഗി മാ യുത്ലബ്. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്, ജുംല നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ജുംലയിൽ ഓരോന്ന് മായുത്തുലബ്, ഓരോന്നിനോടും തേടുന്നത് എന്താണെന്ന് അവിടെ രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കോളത്തിൽ അത് ഏതാണ്? മുദാഫ് ഏതാണ്? മജ്റൂർ ഏതാണ്? അങ്ങനെ പറയുന്നത് മായുത്തുലബ് ഏതാണെന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. അൽ കഅബത്തു ഖിബ്ലത്തുൻ മുസ്ലിമീന. കഅബ മുസ്ലിങ്ങളുടെ ഖിബ്ലയാണ്. അപ്പം അതിൽ മുദാഅഫ് ഏതാണെന്നാണ് എഴുതാനുള്ളത്. മുദാഫ് ഏതാണ്? ഖിബ്ലത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഖിബ്ലത്തു എന്ന് എഴുതി ചേർക്കുക. രണ്ടാമത്തേത് ദഹബ്തു ഇലാൽ ബൈത്തിൽ ഉസ്താദ്. ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി. അപ്പോൾ അവിടെ മജ്റൂർ ഏതാണ്? ഇതിൽ ബൈത്തി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ബൈത്തി എന്നത് എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തേത് മുഹമ്മദുൻ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി അള്ളാഹിൻ്റെ റസൂലാണ്. അതിൽ മുദാഫിൻ ഇലൈഹി ഏതാണ്? അള്ളാഹ് എന്നുള്ളതാണ്. അള്ളാഹി എന്നുള്ളതാണ് മുദാഫിൻ ഇലൈഹി. അപ്പോൾ അവിടെ അള്ളാഹി എന്നത് എഴുതി കൊടുക്കുക. നാലാമത്തേത് അൽ ഖുർആനു കലാമുല്ലാഹ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അതിൽ മുബ്തദ ഏതാണ്? ഖുർആൻ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഖുർആൻ എന്ന് എഴുതി ചേർക്കുക. ഇനി അഞ്ചാമത്തത് അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. ഖംർ എന്നുള്ളത് എന്താണ്? തിന്മകളുടെ മാതാവാണ്. അപ്പോൾ അതിൽ ഖബർ ഏതാണ്? ഉമ്മു എന്നതാണ് ഖബർ. അപ്പോൾ അവിടെ ഉമ്മു എന്ന് എഴുതി കൊടുക്കുക. ഇനി ആറാമത്തത് അള്ളാഹു നൂറു സമാവാത്തി വൽ അർളി. ആകാശഭൂമികളുടെ അള്ളാഹു ആകാശഭൂമികളുടെ നൂറാണ്. അപ്പോൾ മഅ്തൂഫ്, അതിലേതാ മഅ്തൂഫ്? വൽ അർളി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അർളി എന്ന് എഴുതി ചേർക്കുക. ഇനി അടുത്തത് നാലാമത്തത് നക്തുബു ഫിൽ ഫറായിൽ ഔഫക മിമ്മ ബൈനൽ ഖൗസൈനി. അപ്പം യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ബാത്ത യൂസുഫുൻ അലൈഹിസ്സലാം നായിമൻ. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഏതാണ്? ബ്രാക്കറ്റിൽ നിന്നും ശരിയായത് ബാത്ത എന്നതാണ്. ആകുന്നു. ബാത്ത യൂസുഫ് അലൈഹിസ്സലാം നായിമുൻ. യൂസുഫ് അലൈഹിസ്സലാം ഉറങ്ങുന്നവനാകുന്നു. ഇനി രണ്ടാമത്തത് അൽ വലദു ആൺകുട്ടി. ലം എന്നാണ് അവിടെ എഴുതി ചേർക്കാനുള്ളത്. ലം യഹ്ളുർ ഹാജരായിട്ടില്ല ഫിൽ മദ്രസയിൽ. ഇനി മൂന്നാമത്തെ ഡാഷ് അൽ ഖംറ ദാഉൻ. ഖംർ ദാഉൻ.
എന്താ ലാക്കിന്ന എങ്കിലും. അപ്പോൾ അവിടെ ലാക്കിന്ന എന്നാണ് വേണ്ടത്. ലാക്കിന്നൽ ഹംറു ദാഉൻ, ലാക്കിന്ന എങ്കിലും അൽ ഹംറു മദ്യം എന്താണ് ദാഉൻ രോഗമാണ്. അപ്പോൾ നമ്മൾ നേരെ രണ്ടാമത്തെ ഭാഗത്തിൽ മൂന്നാമത്തെ ചോദ്യം കണ്ടില്ലേ, ലൈസൽ ഹംറു ദവാഅൻ എന്ന് എഴുതിയിട്ടുണ്ട്. ലൈസൽ ഹംറു കള്ളല്ല, എന്തല്ല, ദവാഅൻ മരുന്നല്ല, ലാക്കിന്ന എങ്കിലും അൽ ഹംറു കള്ളെന്താണ് ദാഉൻ എന്താണ് രോഗമാണ്. ഇനി നാലാമത്തത് ജാ അൽ ഉമ്മു ഉമ്മ വന്നു, ബലി എന്നല്ല അൽ ജദ്ദത്തു ആരാണ് വല്യുമ്മയാണ്. അപ്പോൾ അവിടെ ബലി എന്നതാണ് കൊടുക്കാനുള്ളത്. ഇനി അഞ്ചാമത്തെ ഡാഷ് അൽ ഹംറു ഹറാമുൻ അലൈന, അവിടെ എന്താണ് വേണ്ടത് അൻത എന്നല്ല ഖാന എന്നല്ല, എന്താ വേണ്ടത് ഇന്ന എന്നുള്ളതാണ്. ഇന്നൽ ഹംറ തീർച്ചയായും ഹംർ ഹറാമുൻ അലൈന നമ്മുടെ മേൽ നിഷിദ്ധമാണ്, ഹറാമാണ്. ഇനി ആറാമത്തത് ഇഅ്ലം നീ അറിയുക, അന്ന തീർച്ചയായും ഡാഷ് ഖരീബുൻ, അവിടെ വേണ്ടത് മൗത്ത എന്നതാണ്. അപ്പം അന്നൽ മൗത്ത ഖരീബുൻ മരണം അടുത്തതാണ്. ഇനി നുക്കമ്മിൽ അഞ്ചാമത്തത് നുക്കമ്മിൽ പൂർത്തിയാക്കാനുള്ളതാണ്. ഒന്നാമത്തത് ഇദാലം യുദ്ക്കറു മഅൽ ഫിഅലി ഫായിലുഹു യുസമ്മ മജ്ഹൂലൻ, ഫേലിൻ്റെ കൂടെ ഫായിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനെന്ത് പറയും മജ്ഹൂൽ എന്ന് പറയും. ഇനി രണ്ടാമത്തത് വമാ ബഅദ ഹുറൂഫിൽ അത്ഫി യുസമ്മ മഅതൂഫൻ, അത്ഫിന് ശേഷം വരുന്നതിന് എന്ത് പറയും യുസമ്മ മഅതൂഫൻ, മഅതൂഫ് എന്ന് പറയപ്പെടും. ഇനി അടുത്തത് മൂന്നാമത്തത് ജമ്മുൽ മുദക്കർ സാലിം യുർഫഉ ബിൽ വാവി, ജമ്മു മുദക്കർ സാലിമിനെ റഫ് ചെയ്യപ്പെടും എന്തുകൊണ്ട് ബിൽ വാവി വാവ് കൊണ്ട്. അപ്പോൾ വാവ് കൊണ്ട് ബിൽ വാവി എന്നാണ് അവിടെ എഴുതാനുള്ളത്. ഇനി നാലാമത്തെ വലൻ യുഅഖിർ അല്ലാഹു നഫ്സൻ, അല്ലാഹു തആല ഒരു ശരീരത്തെയും പിന്തിപ്പിക്കുകയില്ല. എപ്പം ഇദാ ജാ അജലുഹ അതിൻ്റെ അവധി എത്തിയാൽ. അപ്പോൾ ഇദാ ജാ അജലുഹ എന്നാണ് എഴുതാനുള്ളത്. ഇനി അഞ്ചാമത്തത് വ ഇലസ്സമായി, അവിടെ വേണ്ടത് കൈഫ റുഫിയത്ത് എന്നാണ്. അപ്പം വൈലസമായി നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നില്ലയോ, കൈഫ റുഫിയത്ത് അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്ന് നമ്മൾ ഖുർആനിലൊക്കെ പഠിച്ചതാണ് അല്ലേ. ഇനി ആറാമത്തത് വൽ മഅതൂഫ് യത്ബഉൽ മഅതൂഫ് അലൈഹി ഫിൽ ഇറാബി, അപ്പോൾ അവിടെ വേണ്ടത് ഫിൽ ഇറാബി എന്നാണ്. വൽ മഅതൂഫ് മഅതൂഫ് ആകുന്നത് യത്ബഉ പിൻപറ്റും പിന്തുടരും അൽ മഅതൂഫ് അലൈഹി മഅതൂഫ് അലൈഹിയോട് എന്ത് വിഷയത്തിൽ ഫിൽ ഇറാബി ഇറാബിൻ്റെ വിഷയത്തിൽ. ഇനി ആറാമത്തത് നുബയ്യിനു വ്യക്തമാക്കി എഴുതാനാണ്. അമലു കാന വ അഖവാത്തിയ, കാനയുടെയും കാന സാറ അസ്ബാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അതിൻ്റെ എന്ത് അമൽ എന്താണെന്നാണ്. തറഫൗൽ ഇസ്മി ഇസ്മിന് റഫും വ തൻസിബുൽ ഖബർ ഖബറിന് നസ്ബും. ഇനി രണ്ടാമത്തത് അൽ മഅറൂഫ്, മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫിയലുൻ, അതൊരു ഫിയലാണ്. യുദ്ക്കറു പറയപ്പെടും മാഹു അതിൻ്റെ കൂടെ ഫീലിനോട് കൂടെ അൽ ഫായിലുൻ ഫായിലിനെ പറയപ്പെടും. അപ്പോൾ ഫീലിനോട് കൂടെ ഫായിലിനെ പറയുന്നുണ്ടെങ്കിൽ അതിന് മഅറൂഫ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനെന്ത് പറയുന്നു നമ്മൾ മേലെ പഠിച്ചിട്ടുണ്ട് മജ്ഹൂലൻ, മജ്ഹൂൽ എന്ന് പറയപ്പെടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ജമ്മു മുദക്കർ സാലിം, ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ എന്താണ് മാ ദല്ല അലൽ അക്സരി മിനൽ ഇസ്നൈനി മഅ സാലിമത്തി ബിനാഇൽ മുഫ്രദിഹി, രണ്ടിലധികം സാധനങ്ങളെ അതിൻ്റെ മുഫ്രദിൽ നിന്ന് മാറ്റിക്കൊണ്ട് പറയുന്നതിനാണ് എന്ത് പറയാ ജമ്മു മുദക്കർ സാലിം എന്ന് പറയാം. ഇനി നാലാമത്തെ അൽ ഫിഅലുൽ മുളാരിഉ യുൻസബു മത, മുളാരി ആയിട്ടുള്ള ഫീലിന് എപ്പോഴാണ് നസ്ബ് ചെയ്യുക ഇദാ ദഖല അലൽ ഫീല് ഫീലിൻ്റെ മേൽ പ്രവേശിച്ചാൽ, അൽ മുളാരി മുളാരി ആയിട്ടുള്ള ഫീലിൻ്റെ മേൽ പ്രവേശിച്ചാൽ, നാസിബ് നസ്ബ് ചെയ്യുന്ന റഫുകൾ പ്രവേശിച്ചാൽ യുൻസബ് അതിനെന്ത് ചെയ്യും നസ്ബ് ചെയ്യും. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.